അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ ആ ചേച്ചിയുടെ വീട്ടിലാണ്, അല്ല അതായത് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ചിക്കൻ സ്പെഷ്യൽ കറി ചേച്ചി ഉണ്ടാക്കുകയാണ്. ചേച്ചിയുടെ വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൈ മാത്രമേ ഞങ്ങൾ കാണിക്കണുള്ളൂ. ഇട്ടോളൂ ചേച്ചി. ആദ്യം എന്താ? ഉലുവ. അങ്ങോട്ട് തരുന്നുള്ളൂ. ഉലുവ പൊട്ടിയിട്ട് സവാള. ഞാൻ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കും കേട്ടോ. പൊട്ടുമ്പോൾ നമ്മൾ കുറച്ചു നേരം അങ്ങോട്ട് മാറി നിൽക്കണം. കറിവേപ്പിൻ്റെ ഇടുന്നു കൈ. നമ്മുടെ ചേച്ചിയാണ്, ദേവിച്ചിൻ്റെ അമ്മ. രണ്ട് കൈകൾ മാറി മാറി ചേച്ചി നാളെ മറ്റന്നാളെ ആയിട്ട് ചേച്ചി വയനാട് പോകും. ചേച്ചി ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ കുത്തിയാലിട്ടേക്ക്. 4 കൈകളാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നു. വല്യമ്മ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കും. മുളക് പൊടി ഇടുന്നു. അത് എരിവിനനുസരിച്ചിട്ടാണ്. നമ്മളെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. എരിവ് ആവശ്യമുള്ളവർക്ക് ചേച്ചി നല്ലൊരു കുക്കായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏട്ടനടുത്ത് ചോദിച്ചു നോക്കണം എങ്ങനെയുണ്ട് എന്ന്, ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ. മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചുമക്കുന്നൊക്കെ ഉണ്ട്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്, വിഷയമല്ല. അയ്യോ, അതെ. തക്കാളി ഇട്ടു. അതെ, കരിഞ്ഞു കഴിഞ്ഞ വല്യമ്മി വല്യച്ഛന് നമ്മളിവിടെ നാട്ടുന്നതാണ്. അപ്പൊ തീ ഓവറായി കഴിഞ്ഞാ എവിടെന്നേലും എടുത്തോ പോര്. ഗയ്സ്, നമ്മൾ തീ ഓഫാക്കി വെച്ചിരിക്കണു. സ്പെഷ്യലാ ചേച്ചി? ഗരം മസാല ഇടുന്നു ഗൈസ്. ഞാൻ ചിക്കനിക്ക് ഗരം മസാല ഒന്നും ഇടൂല കേട്ടോ. എനിക്ക് നിച്ചല്ല ഒന്നും ഇടാൻ. ഞങ്ങൾ അങ്ങനെ ഇനി തക്കാളി ഒന്ന് വെന്ത് വരണല്ലേ. ഉപ്പിടാൻ പറ്റുമോ? ഉപ്പിട്ടോ? ചേച്ചി ഇവിടെ കുട്ടിക്ക് വേണ്ടി നമ്മുടെ ഒരാൾ ഇതേ ടാബിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗെയിം. വില്ലച്ചൻ എന്തോ മീൻ പിടിക്കുന്നൊക്കെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തള തരണം. ചിക്കൻ കറിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ ഇട്ടിട്ടില്ല, ചിക്കൻ ഇടുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ചിക്കൻ അവിടെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതിലോട്ട് പെട്ടെന്ന് മസാല അതിലോട്ട് പിടിച്ചോളും. അതാ വിളിച്ചു നോക്കിയത്.
ഞങ്ങളെ മലപ്പുറം മഞ്ചേരി സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. ഞങ്ങളപ്പുറത്തെ ചട്ടിയിൽ ഞങ്ങൾ പപ്പടം പൊരിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വെറുതെ ചുമ്മാ ഇളക്കാണ്. എന്നാ ചേച്ചി നിങ്ങൾ ഇളക്കിക്കോളി. ഇത് ഞാനാ ഉണ്ടാക്കിയത്, ഞാനല്ല കേട്ടോ, ചേച്ചിയാണേ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഞാൻ ചിക്കൻ നന്നായിട്ട് പൊരിക്കും, അടിപൊളിയായിട്ട് പൊരിക്കും. അല്ല, ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിരുന്നല്ലോ. അതോ അത് ഞാൻ വീഡിയോ എടുത്തില്ലാന്നോളൂ. പക്ഷെ ഞാൻ നന്നായിട്ട് പാത്രം ഇപ്പൊ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. തക്കാളി ഗ്രേവി ഉണ്ടാക്കും. ചിക്കൻ പൊരിക്കുന്നു. വയനാട്ടിൽ കൂടെ വരണ്ടോ, അവിടെ കറങ്ങാൻ പോകാൻ പറ്റുമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ പൊരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ പൊരി രക്ഷയുള്ള അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിലേക്ക് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ആള് പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ എവിടെ പോലും 2 പപ്പടം ചോദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ 2 പപ്പടം എടുത്തു. വേറെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി ഉണ്ടോ, രണ്ടുപേരുണ്ടോന്ന് ഉച്ചക്കത്തേതാണ്. അപ്പം അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ അതാണ് വൃത്തിയാക്കി വെച്ചത്. ചമ്മന്തി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള